ചുറ്റും മരങ്ങൾ തിങ്ങി നിറഞ്ഞ ഇടം. ആദിയും ഗൗരിയും ആ വഴി കയറി. തൊട്ടുപിറകെ ഗിരിയും ആളും. ആദിയും ഗൗരിയും കൂടെയുള്ളവരെ ശല്യപ്പെടുത്തേണ്ട എന്ന് കരുതിയാണ് നടക്കുന്നത് എങ്കിൽ ബാക്കിലുള്ളവർ മുന്നിലുള്ളവർ സെറ്റാവട്ടെ എന്നാണ് ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇരു ജോഡികളും അവരവരുടെ ചിന്തയിലാണ്. ഓരോ കല്ലുകളും മരങ്ങളും ഇടവഴികളും ചാടിക്കടക്കുമ്പോഴും പരസ്പരം കൈകൊടുത്തും ചേർത്തു പിടിച്ചും നടന്നു നീങ്ങി. മഴ പെയ്ത് അവശേഷിപ്പ് പോലെ ഇലകളും പുല്ലും എല്ലാം നനഞ്ഞു ചെളി നിറഞ്ഞ അത്ര വൃത്തിയില്ലാത്ത ഇടമായിരുന്നു അവിടം. ആളുകളുടെ നടത്തം തന്നെ കുറവാണ്. നടപ്പാത പോലും കാടു പിടിച്ചിരുന്നു. നന്ദുട്ടി, ഇഴജീവി ഉണ്ടാകും, താഴെ നോക്കി നടക്ക്. ആദിയുടെ കയ്യിലാണ് അവളുടെ ഇടങ്കൈ. നോട്ടം മുകളിലേക്കും. നിറഞ്ഞിക്കുട വിരിച്ച പോലെ പടുകൂറ്റം മരങ്ങൾ നിറഞ്ഞിരുന്നു. ആ പാവാട അല്പം പൊക്കി പിടിക്ക് നന്ദൂട്ടി. നിലത്ത് വല്ലതും ഉള്ളത് കാണുമോ നീ? അവസാനം ആദി ശാസിക്കും പോലെ പറഞ്ഞപ്പോഴാ അവൾ നിലത്തേക്ക് നോക്കിയത് തന്നെ. എന്ത് ഭംഗിയാ ആദിയേട്ടാ ഇവിടം എല്ലാം. എത്ര പഴക്കമുള്ള മരങ്ങളാ. ആ വള്ളിയിലൊന്ന് ഇരുന്നാലോ? ആദ്യ സമ്മതിക്കുമോ എന്ന ശങ്കയോടെയാണ് ചോദ്യം. അത് ഉയരത്തല്ലേ, നിനക്ക് കയറിയിരിക്കാൻ കഴിയില്ല. അത് ആദ്യേട്ടൻ ഇരുത്തിത്താ, എന്നിട്ടൊരു ഫോട്ടോ കൂടി എടുക്കൂ. അയ്യോ, ഞാൻ ഫോട്ടോ എടുക്കാൻ മറന്നല്ലോ. എടി മാളു, നിന്റെ കയ്യിൽ ഫോണുണ്ടോ? ഗൗരി അല്പം തിരകിലായി വരുന്ന മാളുവിനെ വിളിച്ച് ചോദിക്കുകയാണ്. ഇല്ല ഗൗരി, എൻ്റെ കയ്യിലുണ്ട് നന്ദുട്ടി, വാ ഞാൻ ഇരുത്തിത്തരാം. ആദ്യം ഒരു വടി കൊണ്ട് ആദ്യം അവിടെയെല്ലാം ഉയർന്നു പൊന്തി നിൽക്കുന്ന പുല്ലിനെയെല്ലാം ഒതുക്കി അവളെയും കൊണ്ട് അവിടേക്കെത്തി. ഗൗരി ധാവണശീല അരയിലേക്ക് ചുറ്റിവെച്ചു. ആദി ഉടുത്തിരുന്ന മുണ്ട് ഒന്നുകൂടെ മുറുക്കിയെടുത്ത് മടക്കി കുത്തി. അവളുടെ അര പിടിച്ച് ഉയർത്തി. ഗൗരി കൈകൾ ഉയർത്തി ഇരുവള്ളിയിലും പിടിച്ചു. ആദ്യം അവളെ വള്ളിയിലേക്ക് ഇരുത്തി. നീ മുറുക്കി പിടിക്കട്ടോ, ഞാൻ ഫോട്ടോ എടുക്കട്ടെ. നിനക്ക് പേടിയുണ്ടോ നന്ദുട്ടി? ഇല്ല, അവൾ തലയിളക്കി കാണിച്ചു. ഇല്ല എന്ന് കാണിക്കുമ്പോഴും ചെറിയൊരു ഭയം ഉള്ളിലുള്ളത് ആ മുഖത്ത് പ്രകടമാണ്. ആദ്യം ഒരുപാട് ഫോട്ടോസ് എടുത്തു. അവളെ മതിവരുവോളം ആട്ടിക്കൊടുത്തു. മാളു, വാ ഏട്ടൻ കയറ്റിത്തരാം. ആദ്യമാണ്. വേണ്ട കണ്ണേട്ട, എന്നെ ഗിരിയേട്ടൻ കയറ്റിത്തരൂ അല്ലേ? പറഞ്ഞുകൊണ്ട് മാളു ഗിരിയെ നോക്കി. ഗിരി ഒന്ന് പുഞ്ചിരിച്ചു. അവൻ്റെ ഉള്ളം ആകെ സന്തോഷത്തിലാണ്. എങ്ങനെ ഞാൻ ഈ കടമ്പ കടക്കും എന്ന ചിന്തയിലായിരുന്നു ഇത്രയും വർഷക്കാലം. ഒരു നിമിഷം കൊണ്ട് എല്ലാം സെറ്റാക്കി തന്ന ദൈവത്തോടെ എങ്ങനെ നന്ദി പറയണമെന്ന് അവനറിയില്ലായിരുന്നു. ഇനി ഇറങ്ങാം. ആദ്യയുടെ ചോദ്യം വന്നതും ഗൗരി തലയിളക്കി കാണിച്ചു. ആദ്യ അവളെ ഇടുപ്പിൽ പിടിച്ച് ഉയർത്തി താഴേക്കിറക്കി. ഗൗരിയുടെ കണ്ണുകൾ ആദിയിൽ തന്നെയാണ്. എന്തേ ഇങ്ങനെ നോക്കുന്നത്? അവൾ തല രണ്ടു സൈഡിലേക്ക് ഇളക്കിക്കൊണ്ട് പറഞ്ഞു. ആ പാറ നന്ദൂട്ടി. ഹേയ്, ഒന്നുമില്ല ആദ്യേട്ടാ. അവൾ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നടന്നു. ആദി പിറകെയും. ഗിരി മാളുവിനെ ഊഞ്ഞാലിൽ കയറ്റി ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ്. ആദിയേട്ടാ, അങ്ങോട്ട് നോക്ക്. ഗൗരി ആദിയുടെ ചുണ്ടിലേക്ക് വിരൽ വെച്ചുകൊണ്ട് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയാണ്. ആദി അവൾ ചുണ്ടിൽ വെച്ച കൈ പിടിച്ച് അവൾ കാണിച്ചു കൊടുത്ത ഇടത്തേക്ക് നോക്കി. ഇവിടെ മയിലൊക്കെ ഇറങ്ങോ? ഞാൻ ആദ്യമായിട്ട് കാണാം ഇങ്ങനെ. മാളു എവിടെ? അവൾ അങ്ങനെ നിന്ന് തിരിഞ്ഞു നോക്കുകയാണ്. അല്പദൂരം നിന്നും അവർ വരുന്നതേയുള്ളൂ. നന്ദുട്ടി, ശബ്ദം ഉണ്ടാക്കല്ലേ, അത് പോകും. നീ ഇങ്ങോട്ട് നോക്ക്, ഞാൻ ഫോട്ടോ എടുക്കട്ടെ. ആദിയേട്ടനും വാ, നമുക്കൊന്നിച്ച് ഫോട്ടോ എടുക്കാം. ആദ്യം അവളെ തന്നെ നോക്കി നിന്നുപോയി. ഒരു കുഞ്ഞിൻ്റെ നിഷ്കളങ്കതയാണ് മുഖത്ത്. അവൻ ആഗ്രഹിച്ചതൊന്നും ഇതുവരെ അവന് അവളുടെ മുഖത്ത് നിന്നോ പെരുമാറ്റത്തിൽ നിന്നോ കാണാൻ കഴിഞ്ഞിട്ടില്ല. ആദി അവൾക്കടുത്തേക്ക് നിന്നു. ബാക്കിലെ മയിലിനെ ഫോക്കസ് ചെയ്യുന്നതിൽ ശ്രദ്ധ കൊടുത്തുകൊണ്ട് തന്നെ. ഇരുവരും മുട്ടുകുത്തിയിരുന്നു. ഗൗരിക്ക് ബാക്കിലായി. അവളുടെ ചെവിക്കരികിലേക്ക് മുഖം കൊണ്ടുവന്നു ആദി. ബാക്കിൽ പീലി വിടർത്തി നിൽക്കുന്ന മയിലിൻ അതിമനോഹരമായിരുന്നു ആ ഫോട്ടോ. ആദിയേട്ടാ, എല്ലാ ഫോട്ടോ എൻ്റെ ഫോണിലേക്ക് സെൻഡ് ചെയ്യണേ. ഫോട്ടോ ഷൂട്ടും കഴിഞ്ഞ് ഇരുവരും നോക്കിയത് തങ്ങളെ തന്നെ നോക്കി നിൽക്കുന്ന ഗിരിയെയും മാളുവിനെയുമാണ്. അതെ, ഇത് എന്താ നിങ്ങളുടെ പോസ് കണ്ടാൽ തോന്നല്ലോ കപ്പിൾസ് ആണെന്ന്. മാളുവാണ്. ഗൗരി ആദിയെ ഒന്ന് നോക്കി. ഈ പെണ്ണിൻ്റെ നാവിന് ബ്രേക്കില്ല. നീ വാ, ആമ്പൽക്കുളം കാണണ്ടേ നിനക്ക്? ആദി ഗൗരിയെയും വിളിച്ച് മുന്നിൽ നടന്നു. ഗിരിയേട്ട വാ, നമുക്കും എടുക്കണം അവരെടുത്ത പോലെ. ആ മയിൽ ഇപ്പോൾ പോകും. ഗിരിയും മാളുവും ഫോട്ടോ എടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ആദ്യേട്ടാ, മാളു എന്തേ അങ്ങനെ പറഞ്ഞ്? അവൾക്ക് ഇഷ്ടമല്ലേ നമ്മൾ ഫോട്ടോ എടുത്തത്? ഗൗരി ചുണ്ടിലും വിരൽ വെച്ച് ചോദിക്കുകയാണ്. എൻ്റെ നന്ദൂട്ടി, അവൾ തമാശ പറഞ്ഞതല്ലേ. അവൾക്ക് ഇഷ്ടപ്പെടാതിരിക്കാനുള്ളതൊന്നും നമ്മൾ ചെയ്തില്ലല്ലോ. ജസ്റ്റ് ഫോട്ടോ അല്ലേ എടുത്തുള്ളൂ. പിന്നെ നന്ദൂട്ടി, ആമ്പൽക്കുളം കാണാമെന്നേ ഉള്ളൂ. ആമ്പൽ കിട്ടില്ല കേട്ടോ, നിറയെ ചെളിയാണ് ആ കുളത്തിൽ. നമുക്ക് ഇവിടെ നിന്ന് നേരെ അമ്പലത്തേക്ക് പോകേണ്ടതല്ലേ.
ആമ്പൽ കിട്ടിയാൽ ദേവിയുടെ മുന്നിൽ വെക്കാമെന്ന് കരുതി. ഗൗരി എന്തോ ചിന്തയോടെ പറഞ്ഞു. ഇരുവരും ആമ്പൽക്കുളത്തിൻ്റെ അടുത്തെത്തി. നിറയെ പൂത്തിരിപ്പുണ്ട് ആമ്പൽ, പക്ഷേ എല്ലാം ഉള്ളിലേക്കാണ്. ആദി ഒന്നെങ്കിലും അവൾക്ക് എടുത്തു കൊടുക്കാൻ ചുറ്റും നോക്കുന്നുണ്ട്. അവൻ മുണ്ടൊന്നുകൂടി കയറ്റി മടക്കി ചെരുപ്പഴിച്ചു വെച്ച് ഇറങ്ങാൻ നിന്നതും ഗൗരി അവൻ്റെ കയ്യിൽ പിടിച്ചു. വേണ്ട ആദ്യേട്ടാ, ചെളിയാണ് നിറയെ, കാലിൽ വല്ലതും കയറും. ഇവിടെ കണ്ടോ നിറയെ കുപ്പികൾ, അതിൻ്റെ പൊട്ടൊക്കെ ഇതിൻ്റെ ഉണ്ടാകും. ഞാൻ ശ്രദ്ധിച്ചെടുത്തു തരാം, നീ ഇവിടെ നിൽക്ക്. ആദ്യം ഒരു വിധം ഇറങ്ങി അവൻ്റെ തുടവരെ വെള്ളം എത്തിയപ്പോഴാണ് അവൻ്റെ കയ്യെത്തും ദൂരത്ത് രണ്ടാമ്പിൽ കിട്ടിയത്. വേഗം അതെടുത്തു വന്നു. ഗൗരി അവൻ്റെ കൈ പിടിച്ച് കരയിലേക്ക് കയറ്റി. അവളുടെ കണ്ണിലേക്ക് തന്നെ നോക്കി നിന്നു. ഗൗരി വേഗം നോട്ടം മാറ്റിക്കളഞ്ഞു. ഇന്ന് ദേവിക്ക് കൊടുക്കാൻ കരുതിയത് കൊണ്ടാകും നിനക്ക് വേണ്ടി പൂത്ത പോലെ 2 എണ്ണം അധികം ദൂരെയല്ലാതെ കിട്ടിയത്. ഗൗരിക്കെന്തോ ഒന്നും മിണ്ടാൻ കഴിയുന്നില്ല. പലപ്പോഴായി മനസ്സിൽ മുളച്ചു പൊന്തുന്ന ആഗ്രഹത്തെ അവൾ തന്നെ പല പ്രാവശ്യമായി നുള്ളിക്കളഞ്ഞതാണ്. പക്ഷേ ആദ്യയുടെ ഓരോ ദിവസം കഴിയും തോറും അവളോട് ഓവർ കെയറിങ്ങും നിഷ്കളങ്കമായ സംസാരം എല്ലാം അവളുടെ മനസ്സിനെ വേറൊരു വികാരത്തിൻ്റെ തീരത്തേക്ക് എത്തിക്കുന്നുണ്ട്. മാളു, ഇന്നാ ഗൗരി മാളുവിനെ കണ്ടതും ഒരെണ്ണം നീട്ടി. അയ്യോ, നിനക്കിതെങ്ങനെ കിട്ടി? മാളുവിന് ആശ്ചര്യമാണ് തോന്നിയത്. ആദിയേട്ടൻ എടുത്തു തന്നതാ. നോക്കട്ടെ കാല്. മാളു ആദിയുടെ അടുത്തേക്ക് നടന്നു. അവനെ പിടിച്ചു നിർത്തി. കാലിൽ എന്ത് മാളു, നീ പോയേ. അവനെന്തോ മറച്ചു വെക്കാൻ ആഗ്രഹിക്കുന്ന പോലെ അവളെ കാൽ കാണിക്കാൻ നിൽക്കാതെ മെല്ലെ മുന്നോട്ട് നടന്നു. ആദ്യേട്ടൻ നിന്നേ. ഗൗരി ഓടി വന്ന് അവനെ പിടിച്ചു നിർത്തി. ഈ കാല് കാണിച്ച് നോക്കട്ടെ. അവൾ നിലത്ത് മുട്ടുകുത്തിയിരുന്നു. അവൻ്റെ കാൽ പിടിച്ചു. ഹേയ് നന്ദുട്ടി, ഒന്നുമില്ല. അവൻക്ക് എന്തോ അസ്വസ്ഥത തോന്നി അവൾ അവൻ്റെ കാലിൽ തൊട്ടപ്പോൾ. ഗൗരി അവനെ കൂർപ്പിച്ചു നോക്കി. അവൻ്റെ കാലിലെ ചെരുപ്പ് ഊരിയെടുത്തു. അവൻ കാൽ ചെരിച്ച് കാണിച്ചു കൊടുത്തു. ഇതെങ്ങനെ ആദ്യേട്ടാ? ബ്ലഡ് വരുന്നുണ്ടല്ലോ ഈശ്വര. അവൾക്കാകെ വെപ്രാളമായി. കണ്ണേട്ടൻ അറിയില്ലേ അതിലിറങ്ങരുതെന്ന്? നിറയെ കുപ്പിയുടെ പൊട്ടാണ് അതിൽ. കുടിയന്മാർ കുടി കഴിഞ്ഞാൽ അതിലേക്കാണ് എല്ലാം ഇടുന്നത്. മാളു ദേഷ്യത്തോടെ പറയുകയാണ്. ഗൗരിക്ക് വല്ലാതെ ആയി. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അയ്യേ, അതിന് നന്ദുട്ടി എന്തിന് കണ്ണു നിറക്കുന്നത്? ആദ്യേട്ടന് വേദന ഒന്നുമില്ലടി. അവൻ അവളെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. സോറി മാളു, എനിക്ക് വേണ്ടിയിട്ട് ആദ്യേട്ടൻ ഇറങ്ങിയത്. ഞാൻ പറഞ്ഞതാ മാളു, ഗ്ലാസ് പീസ് ഉണ്ടാകുമെന്ന്. ഗൗരി വിതുമ്പിക്കൊണ്ട് തല താഴ്ത്തി നിന്നു. എന്ത് തെറ്റ് ചെയ്ത കുട്ടിയെ പോലെ തല താഴ്ത്തി വിതുമ്പുന്നവളെ കണ്ടതും ആദിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അവൻ അവളെ ചേർത്തു പിടിച്ചു. എന്തോ ഗൗരി അവൻ്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി പൊട്ടിക്കരഞ്ഞുപോയി. ആദിക്ക് മുറിവുണ്ടായ സങ്കടമോ അതോ മാളുവിൻ്റെ ശാസിക്കും പോലെയുള്ള സംസാരമോ? എന്തോ അവൾക്ക് സങ്കടം പിടിച്ചു വെക്കാൻ കഴിയാതെ ആയിപ്പോയിരുന്നു. ആദ്യം അവളെ ഒന്നുകൂടി ചേർത്ത് പിടിച്ച് തലയിൽ തലോടിക്കൊണ്ട് മാളുവിനെ കൂർപ്പിച്ചു നോക്കി. മാളു ഒരു പുഞ്ചിരിയോടെ ഒറ്റ കണ്ണടച്ച് കാണിച്ചു. അത് കണ്ടതും ആദിയുടെയും ഗിരിയുടെയും ചുണ്ടിൽ ഒരു പുഞ്ചിരി നിറഞ്ഞു നിന്നു. അല്പസമയത്തിന് ശേഷം ഗൗരി അവനിൽ നിന്നും അകന്നു മാറി. കണ്ണുകൾ രണ്ടും അമർത്തി തുടച്ചു. ഗിരിയേട്ട, ആദ്യേട്ടനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകൂ, TT അടിക്കേണ്ടി വരൂ. ഗിരിയെ നോക്കി വലിയ ഗൗരവത്തിലാണ് പറയുന്നത്. അതെ, കഴിഞ്ഞ മാസം ഒരു മുറിവിനും ഞാൻ TT അടിച്ചതാണ് മോളെ. ഇനി അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് അമ്പലക്കുളത്തിൽ പോയി നന്നായി ഒന്ന് കഴുകി ഈ അമ്പൽപ്പൂവ് ദേവിക്ക് വെച്ച് നന്നായി പ്രാർത്ഥിക്കാം. വാ, നേരം ഇരുട്ടുന്നതിന് മുന്നേ ഇവിടെ നിന്നും തിരിച്ചു പോകണം. ആദി ഗൗരിയുടെ കൈയും പിടിച്ച് മുന്നിൽ നടന്നു. ഗൗരിയുടെ നോട്ടം മുഴുവൻ അവൻ്റെ കാലിലാണ്. പിറകെ ഗിരിയും മാളും ഉണ്ട്. എങ്ങനെയുണ്ട് ഗിരിയേട്ട എൻ്റെ അഭിനയം? ഓ, ഓസ്കാർ തന്നെ കിട്ടും മാളു. അന്നേരത്തെ നിൻ്റെ മുഖഭാവം കണ്ട് ഞാൻ പോലും ഒന്ന് ഭയന്നു. അതാണ് ഈ മാളവിക. ഇനി ഗിരിയേട്ടൻ എന്തെല്ലാം കാണാൻ കിടക്കുന്നു ഈ മാളവികയിൽ നിന്ന്. അവൾ ബ്ലൗസിൻ്റെ കഴുത്ത് പിടിച്ച് പൊക്കിക്കൊണ്ട് പറഞ്ഞു. അതെ, കാണാനുള്ളതൊക്കെ കല്യാണം കഴിഞ്ഞിട്ടും മതി കേട്ടോ മാളൂട്ടി. ഗിരി അവളുടെ ചെവിയിലായി സ്വകാര്യം പോലെ പറഞ്ഞു. മാളു ഒന്ന് ഞെട്ടി കണ്ണുകൾ തള്ളി ഗിരിയെ ഒന്ന് നോക്കി. അല്ല മാളു, നീ അല്ലേ പറഞ്ഞത് നിന്നെ കല്യാണം കഴിക്കാൻ? അതാ ഞാൻ പറഞ്ഞത്. ഓ, ഞാൻ കരുതി ഗിരിയേട്ടനെ ഞാൻ പറയുന്നതിന് മുന്നേ എന്നെ ഇഷ്ടമായിരുന്നു എന്ന്. മാളു, എനിക്ക് നിന്നെ 4-5 വർഷം മുന്നേ ഇഷ്ടമാണെങ്കിൽ, നിന്നോട് പ്രണയം ഉണ്ടെങ്കിൽ നീ എന്തു ചെയ്യുമായിരുന്നു? ഞാൻ ഇങ്ങനെ 2 നേരം ഉമ്മ തന്നിരുന്നു. മാളു പറഞ്ഞുകൊണ്ട് അവൻ്റെ മുഖം താഴ്ത്തി 2 കവിളിലും ചുംബിച്ചു. ഗിരി ഞെട്ടി പണ്ടാരം അടങ്ങിപ്പോയി. ഒരടി നടക്കാൻ കഴിയാതെ തറഞ്ഞു നിന്നുപോയി. മാളു കൊടുത്തു കഴിഞ്ഞ ശേഷമാണ് താൻ ഇപ്പോൾ എന്താ ചെയ്തത് എന്ന് ചിന്തിച്ചത്. ഓ, സോറി ഗിരിയേട്ടാ. അവൾ വേഗം അവിടെ നിന്നും ഓടി ആദിക്കും ഗൗരിക്കും അടുത്തെത്തി. ഗിരി ഒരു പുഞ്ചിരിയോടെ അവരുടെ അടുത്തേക്ക് നടന്നു. എന്തേ ഗിരി, ഇവളെന്താ ഇങ്ങനെ കിതക്കുന്നേ? വല്ല കുരുത്തക്കേടും ഒപ്പിച്ചോ? ആദി ഒരു കള്ളച്ചിരിയോടെ ഗൗരിയെ നോക്കിയാണ് ഗിരിയോട് ചോദിച്ചത്. അവരുടെ സീൻ കണ്ട ഗൗരിക്കും എന്തോ നാണം വന്നു പോയിരുന്നു.
ഗിരി മാളുവിനെ തന്നെ നോക്കി അവൻ്റെ കവിളിലൊന്ന് തലോടിക്കൊണ്ട് ഒന്നുമില്ല എന്ന രീതിയിൽ തലയിളക്കി കാണിച്ചു. മാളുവിന് അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ കഴിയാതെ വേറെ എന്തിലൊക്കെ നോട്ടം വിട്ടു നിന്നു.